റസൂലുള്ളാഹി വഫാത്താവുമ്പോ ഒരു വെള്ളിപ്പണമില്ല. അള്ളാന്റെ റസൂൽ വഫാത്താവുമ്പോ ഒരു വെള്ളിപ്പണമില്ല. മഹാനായ അബൂബക്കർ സിദ്ദീഖ് വഫാത്താവുമ്പോ ഒരു വെള്ളിപ്പണമില്ല. വെള്ളിപ്പണം ഉള്ളവരൊക്കെ തെറ്റുകാരെന്നല്ല ഞാൻ പറയുന്നത്. അർത്ഥം വെള്ളിപ്പണത്തിന്റെ നിലവാരത്തിൽ അവരുടെ ഉന്നതമായ മനോനില എവിടെയാണെന്നറിയാനാ. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തന്റെ ഒരു മകൻ മരണവക്ത്രത്തിൽ കിടക്കുകയാണ്, വീർപ്പുമുട്ടുകയാണ്. വീർപ്പുമുട്ടിക്കൊണ്ട് പ്രയാസപ്പെടുന്ന നേരത്ത് ഈ മകൻ തന്റെ തലയിണയുടെ ഒരു കോണിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഒരു കോണിലേക്ക് ഇങ്ങനെ നോക്കുന്നു. ആ മരണവക്ത്രത്തിൽ കാണുന്നതാ, നോക്കിയിട്ടൊന്നും കാണാനുമില്ല. ഇவ்விധം പ്രയാസപ്പെട്ടു. ആള് മരിച്ചു. മഹാനായ സിദ്ദീഖ് എന്നവർ സമീപത്തില്ലായിരുന്നു. താൻ അറിഞ്ഞു. വിവരമറിഞ്ഞ് എത്തിയപ്പോ കുടുംബം പറഞ്ഞു. മകന്റെ വിവരം അന്വേഷിച്ചപ്പോ ആ തലണന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ കണ്ണുകൊണ്ട് ഇടക്കിടക്ക് നോക്കിയിരുന്നു. വീർപ്പ് ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുമ്പോ മഹാനായ സിദ്ദീഖുൽ അക്ബർ തലയണൊന്ന് നീക്കിന്നറിഞ്ഞു നോക്കുമ്പോ 5-6 നാണയങ്ങൾ. 5-6 നാണയം. 5-6 വസ്ത്രം കിട്ടുന്ന നാണയം, ഇത്രയേ ഉള്ളൂ. അന്നത്തെ ഭക്ഷണ വിഭവം അല്പം കിട്ടുന്ന നാണയം. ഈ 5-6 നാണയങ്ങൾ കണ്ടിട്ട് മഹാനായ സിദ്ദീഖുൽ അക്ബർ പറഞ്ഞു, മോനെ, എന്റെ പൊന്നുമോനെ. വഫാത്തായി കിടക്കുന്ന തന്റെ മോനെ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, എന്റെ പൊന്നുമോനെ, നിന്റെ തൊലിയടോ ഇതിന്റെ ശിക്ഷയേൽക്കാൻ. ഇത് തീയാക്കിയിട്ട് നിന്നെ ചൂടാക്കുന്ന തരത്തിലുള്ള ശിക്ഷിക്കപ്പെടുന്ന ആ ശിക്ഷയേൽക്കാൻ മൃദുലമായ നിന്റെ തോലിക്ക് കനവില്ലല്ലോ മോനെ, നീ എന്തിനത് സൂക്ഷിച്ചു എന്ന് സ്വന്തം മകന്റെ കയ്യിൽ 5 വെള്ളുറുപ്പിക മരണവക്ത്രത്തിൽ കിടക്കുമ്പോ നോക്കിയതിന്റെ അടയാളത്തിൽ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു സിദ്ദീഖുൽ അക്ബർ. ആ നിലവാരത്തിൽ നിന്ന് പോയിട്ട് ആരുടെയും ബാങ്ക് ബാലൻസ് കയ്യിലിരിക്കുന്നത് റെഡി ക്യാഷ്, റെഡി അതേ നമുക്ക് വേണ്ടുള്ളൂ. ക്യാഷ്